സാധാരണ ഇത്രയും വലിയ പ്രതിഷേധം നടക്കുമ്പോൾ പോലീസ് ഇത്രയും സംയമനത്തോടെ അതിനെ നേരിടാറില്ലല്ലോ. എന്തുകൊണ്ടാണ് പോലീസ് ഈ നിലയിൽ അതിൽ സംയമനം പാലിക്കുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് അത്ഭുതത്തോടെ നോക്കേണ്ടി വരും. കാരണം ഈ പ്രവർത്തകർ വലിയ തോതിൽ പോലീസിന് നേരെ കല്ലെറിയുന്നു, കമ്പെറിയുന്നു, സെക്രട്ടേറിയറ്റിന്റെ കവാടം ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. വനിതാ പ്രവർത്തകരുണ്ട് മുന്നിൽ. ആ ഘട്ടത്തിലും പോലീസ് ആ നിന്ന പൊസിഷനിൽ നിന്ന് ഒരിഞ്ച് അനങ്ങാതെ നിന്ന് ആ ഷീൽഡ് വെച്ച് ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നത് മാത്രമല്ലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായി കാണുന്നുള്ളൂ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുന്നിൽ. ഷഫീദ്, വിജയകുമാർ, ഉറപ്പായും. കാരണം ഈ വിഷയത്തിന്റെ പ്രതിഷേധത്തിൽ ഏതെങ്കിലും തരത്തിൽ ചോര പൊടിഞ്ഞാൽ അതിന് സർക്കാരിന് കൊടുക്കേണ്ടി വരുന്ന വില നമുക്ക് സ്വാഭാവികമായും അറിയാം. അതൊരു വിശ്വാസ പ്രശ്നമായി മാറുകയും വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി യുവമോർച്ച നടത്തിയ സമരം അല്ലെങ്കിൽ BJP നയിക്കുന്ന സമരത്തിൽ അവർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റു, അതല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കലി ആ രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കുമെന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ശബരിമല ഉയർത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പരമാവധി സംയമനം പാലിക്കാനുള്ള സർക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ യുവമോർച്ച പ്രവർത്തകർ അക്കാര്യത്തിൽ പോലീസിന് നേരെ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചാ വിഷയം അത് കോടതി നിർദ്ദേശപ്രകാരം തന്നെ ഉണ്ടായിരിക്കുന്ന SIT അന്വേഷണത്തെ അടക്കം സ്വാഗതം ചെയ്ത് വിശ്വാസികൾക്കധികം പരിക്കേൽക്കാത്ത രീതിയിലേക്കുള്ള കാര്യമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് അയ്യപ്പ സംഗമത്തിന് ശേഷം ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ശബരിമലയെ ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തെ സർക്കാർ ലാത്തി കൊണ്ട് നേരിട്ടു, അതല്ലെങ്കിൽ പ്രതിഷേധത്തെ സർക്കാർ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് കൊടുക്കുന്ന രാഷ്ട്രീയ സന്ദേശം വേറെയായിരിക്കും. അത് സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി സംയമനത്തോടെ ആ പ്രതിഷേധം നടക്കട്ടെ, ആ പ്രതിഷേധത്തെ പോലീസ് നേരിടും എന്നുള്ള ഒരു സന്ദേശം അതായിരിക്കും ഈ സമരങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട സമരങ്ങൾ നമ്മൾ കണ്ടത് തന്നെയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ യുവമോർച്ച നടത്തിയ ഈ വലിയ സമരത്തിനും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും യുവമോർച്ച പ്രവർത്തകർ ഈ പോലീസിനോട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കിറോടക്കം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പരമാവധി അവരോട് നിങ്ങൾ പിരിഞ്ഞു പോകണം, സംഘർഷം കൈവിടുന്നു എന്ന രീതിയിലേക്കുള്ള സന്ദേശം കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷേ ഇതേതെങ്കിലും തരത്തിലേക്ക് കണ്ണീർവാതക പ്രയോഗത്തിലേക്ക് അടക്കം കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ പ്രവർത്തകർ പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ 2 സംഘങ്ങളായി, 2 അല്ല 3 സംഘങ്ങളായി പ്രവർത്തകർ മാറിയിരിക്കുന്നതിൽ ഒന്ന് കന്റോൺമെന്റ് ഗേറ്റിന്റെ, അതായത് നോർത്ത് ഗേറ്റിന്റെ ഇടതുവശത്തേക്ക് ഒരു സംഘം ഈ കന്റോൺമെന്റ് ACP സ്റ്റുവർട്ട് കില്ലർ അടക്കമുള്ള ആളുകളോട് സംസാരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തേത് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന്റെ വലതുവശത്ത്, അതായത് ഈ മതിൽ ഒരു നിമിഷം, ഇത് കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. അത് MC റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു തർക്കത്തിന്റെ ബലപ്രയോഗത്തിന്റെ സാഹചര്യമുണ്ട്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അറസ്റ്റിന് വഴങ്ങുന്നില്ല പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രവർത്തകർ, കോട്ടയത്തെ പ്രവർത്തകരാണ് അവിടെ മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അവിടെയും പോലീസ് വലിയ സംയമനത്തോടെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഒരു കൗതുകം കൂടിയാണത്. വലിയ തോതിൽ പോലീസിനെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണെങ്കിലും കോട്ടയത്ത് മന്ത്രി VN വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണെങ്കിലും പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഒട്ടും പ്രകോപിതരാകുന്നില്ല. പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു, അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. അറസ്റ്റിന് വഴങ്ങാത്ത പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് രണ്ടിടത്തെയും കാഴ്ചകളാണ്. വീണ്ടും റോഡ് ഉപരോധം തുടരുകയാണ് കോട്ടയത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ടോബി, കേൾക്കാമെങ്കിൽ അവിടെയും സംയമനത്തോടെ പോലീസ് സമരത്തെ നേരിടുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, ഈ പരിസരത്തുള്ള ഒരു ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ പോലും ഈ പരിസരത്തുള്ള മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എവിടെയുണ്ട്. പക്ഷേ കാര്യമായിട്ടൊരു പോലീസ് ആക്ഷനിലേക്ക് കടക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രവർത്തകരെ, ഈ റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, അതായത് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. പ്രവർത്തകർ അതിനെ ശക്തമായി എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി കയ്യാങ്കളി ഉണ്ടാകുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ലാത്തി ചാർജിലേക്കോ മറ്റു നടപടികളിലേക്കോ പോലീസ് കടക്കുന്നില്ല. സംയമനത്തോടെ തന്നെയാണ്, കൂടുതൽ ഭക്ഷണമാകാത്ത രീതിയിൽ തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് നോക്കുന്നത്. നേരത്തെ മന്ത്രിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. അവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു, ജലപീരങ്കി പ്രയോഗിച്ചു. അവിടെ നിന്ന് അകത്തേക്ക് പോകാൻ സാധിക്കാതിരുന്ന പ്രവർത്തകർ അവിടെ നിന്നും തിരിഞ്ഞു നടന്ന് MC റോഡിലേക്ക്, ഏറ്റുമാനൂർ നഗരത്തിൽ വന്ന് ആ MC റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി വാഹനങ്ങൾ ഇതിലെ കടന്നു പോകുന്നതാണ്. ഇതോടൊപ്പം തന്നെ 15 മിനിറ്റോളമായിട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ നിരവധി പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ബലപ്രയോഗത്തിലേക്കോ ഒന്നും തന്നെ
കടന്നിട്ടില്ല പോലീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശരി പറയാം. ടോബി, ഏതായാലും കോട്ടയത്ത് മന്ത്രി വി എൻ വാസവന്റെ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ നിരവധി തവണ ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയ സംഘർഷഭരിതമായ മണിക്കൂറുകളാണ് കടന്നത്. അത് കോട്ടയത്തെ കാഴ്ച. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറായി പ്രവർത്തകരും പോലീസും തമ്മിൽ മുഖാമുഖം. പോലീസ് 6-7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ടിടത്തും സംയമനത്തോടെ പ്രതിഷേധക്കാരെ പോലീസ് നേരിട്ടു. രണ്ടിടത്തും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമ്മൾ കരുതേണ്ടത്. വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ബാരിക്കേഡ് ഭേദിക്കാൻ ഒരു ഭാഗത്ത് പ്രവർത്തകർ ശ്രമിക്കുന്നു. വനിതാ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്നു. 2-3 ഭാഗങ്ങളായി യുവമോർച്ചയുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.